ഹേ ഗായ്സ് വെൽക്കം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊരു ബിസ്ക്കറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ബിസ്ക്കറ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഫുള്ളായിട്ടും ക്രീം ബിസ്ക്കറ്റാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1.25 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, 1.25 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ആവശ്യത്തിന് മധുരം കൂടെ ആഡ് ചെയ്യാവേ. പിന്നെ കൊക്കോ പൗഡർ നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാനിവിടെ മിക്സ് ചെയ്യാൻ എടുക്കുന്നത് കാച്ചിയ പാലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം കൂടെ ഉപയോഗിക്കാം. ഞാനിവിടെ 4 കപ്പ് പാലാണ് ടോട്ടൽ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് പാലിൻ്റെ അളവ് നമ്മുടെ ബിസ്ക്കറ്റ് എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് വ്യത്യാസം വരുവേ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ. നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചൊരു ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്കിത് ഒഴിച്ച് കൊടുക്കാവേ. ഞാൻ നേരത്തെ അവൻ ഒരു 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്കൂടെ എനിക്ക് വിസ്ക് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായ ബാറ്റിൽ വീണിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് അവനിൽ വെച്ചു. എനിക്ക് ടോട്ടലായിട്ട് എടുത്ത ടൈം 30 മിനിറ്റ്സ് ആണേ. കേക്കിന് മേലോട്ട് നമുക്കൊരു സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ആവശ്യത്തിന് മധുരവും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നല്ല സിറപ്പാക്കി എടുക്കാവേ. ലോ ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഒന്ന് സിറപ്പാക്കി എടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. മുകളിൽ കുറച്ച് വിടവൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. നല്ല സോഫ്റ്റായിരുന്നു. അതുകൊണ്ട് ഞാൻ രണ്ടായിട്ട് മുറിക്കാൻ നിന്നില്ല. രണ്ടായിട്ട് മുറിച്ചപ്പോഴത്തേക്കും പൊടിഞ്ഞു വരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ മേളിൽ വിടവുകളിലോട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചിട്ട് നല്ല സോക്ക് ചെയ്തെടുക്കാമെന്ന്. ഫസ്റ്റ് തന്നെ ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ മിൽക്ക് മെയ്ഡാണ്. റെസിപ്പി വേണമെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതിയേ. മിൽക്ക് മെയ്ഡ് അത്യാവശ്യം നന്നായിട്ടൊക്കെ ഞാൻ ഒഴിക്കുന്നുണ്ട്. പിന്നെ പാലറ്റ് നൈഫ് വെച്ച് ജസ്റ്റ് ഒന്ന് സ്മൂത്തൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ചെയ്തപ്പോഴത്തേക്കും കൗണ്ടർ ടോപ്പ് ആകെ നാശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ചില്ലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേളിൽ ഞാൻ കൊക്കോ പൗഡറും കുറച്ച് ഐസിങ് ഷുഗറും കൂടി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ 2-3 ഓറിയോസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തു കേട്ടോ. പക്ഷേ ലുക്കൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റ് നോ കോംപ്രമൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.